2017-18 സാമ്പത്തിക വർഷത്തേക്കുള്ള ധനാഭ്യർത്ഥനയെ ഞാൻ എതിർക്കുകയാണ് സർ. സർ, ഈ വർഷത്തെ SLC പരീക്ഷയിൽ മികച്ച വിജയമാണ് നമ്മുടെ കുട്ടികൾ നേടിയത്. SLC എഴുതിയ 4 ലക്ഷം കുട്ടികളിൽ 95.98% വിദ്യാർത്ഥികൾ വിജയിച്ചു. 21,000 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചു. എന്റെ മണ്ഡലത്തിൽ ആദിവാസികൾ പഠിക്കുന്ന ആനപ്പാറ സ്കൂളിലും വിതുര ട്രൈബൽ സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ കുട്ടികൾ അവരുടെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് വിജയിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ സാർ, 8 ഉപദേശകർ തല്ലി പഠിപ്പിച്ചിട്ടും എല്ലാ പരീക്ഷയും ഒരുമിച്ച് തോറ്റ ഒരു വിദ്യാർത്ഥിയായി മാറിയിരിക്കുന്നത് ഈ പിണറായി വിജയൻ സർക്കാരാണ് സാർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ ശ്രീ രമൺ ശ്രീവാസ്തവ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥർ, അതിനോടൊപ്പം കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ, പിന്നെ കേരളത്തിൽ കിട്ടാതെ, ഇന്ത്യയിൽ കിട്ടാതെ, ബംഗാളിൽ കിട്ടാതെ കണക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് ഗീതാ ഗോപിനാഥിനെ കൊണ്ടുവന്നിട്ട് പോലും ഈ സർക്കാരിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുരവസ്ഥയാണ് ഇന്ന് നമുക്ക് മുന്നിലിരിക്കുന്നത്. സർ, സാധാരണ വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റാലും നമ്മുടെ അല്ലെങ്കിൽ സേവയർ എഴുതിയാൽ ജയിച്ചു പോകുന്ന വിശ്വാസം നമുക്കുണ്ട്. പക്ഷെ ഈ സർക്കാർ എത്ര എഴുതിയാലും വിജയിക്കില്ല എന്നുള്ള ഉറപ്പ് ഇന്ന് മലയാളികൾക്കെല്ലാം ഉണ്ട്. സർ, ഈ സർക്കാരിന്റെ ദിശാബോധം നഷ്ടപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഭക്ഷ്യവകുപ്പ്. ഒരു വർഷം കൊണ്ട് പൊതുവിതരണ മേഖല സ്തംഭിച്ചു. വില ക്രമാതീതമായി വർദ്ധിച്ചു. മാവേലി സ്റ്റോറിൽ അത്യാവശ്യ സാധനങ്ങൾ ലഭ്യമല്ല. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയാതായി. സപ്ലൈകോയിൽ ടെൻഡർ നടപടികൾ സ്തംഭിച്ചു. മുൻഗണനാ പട്ടികയിൽ പേരില്ലാതെ പാവപ്പെട്ട ആദിവാസികളും സാധാരണക്കാരും ഭക്ഷണം കിട്ടാതെ നെട്ടോട്ടം തിരിയുകയാണ്. കേരളകൗമുദിയിലെ വാർത്തയാണ് സാർ ഇന്നലെ. 17 ലക്ഷം പരാതികളാണ് റേഷൻ പട്ടികയെക്കുറിച്ചുള്ളത്. അതിനോടൊപ്പം കൊട്ടിഘോഷിച്ച് കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ ഈ വാതിൽപ്പടിയിൽ കൊണ്ട് റേഷൻ കൊടുക്കുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തു. സാറാ, അന്ന് പരിപാടിക്ക് വന്ന 5 പേർക്കല്ലാതെ വേറെ ആർക്കും വീട്ടിൽ റേഷൻ കൊടുത്തിട്ടില്ല. പണ്ടൊരു സിനിമാ പാട്ട് പറഞ്ഞതുപോലെ ഈ വാതിൽപ്പടിയിലൂടെ മന്ത്രിയും കൂട്ടനും റേഷൻ തരാൻ വേണ്ടി കാത്തിരുന്നുകൊണ്ട് സാധാരണക്കാരെ സ്ത്രീകൾ ഇരിക്കുകയാണ്. അതിനോടൊപ്പം റേഷന്റെ കാർഡിന്റെ കാര്യം, പുതിയ റേഷൻ കാർഡ് ലാമിനേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിലെ പ്ലാസ്റ്റിക്കിൽ വിഷാംശം കൊണ്ടെന്ന് മനസ്സിലാക്കിയത്. റേഷൻ കാർഡിന് ലാമിനേഷൻ ഇനി 3 മാസം കഴിഞ്ഞാലും കിട്ടുമോ എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. സാർ, സത്യത്തിലുള്ള എന്റെ ഒരു സംശയം, ഈ CPIക്കാർ പ്രത്യേകിച്ച് കേൾക്കണം, നിങ്ങളുടെ പാർട്ടിയെയും നിങ്ങളുടെ മന്ത്രിയെയും ബുദ്ധിമുട്ടിപ്പിക്കുവാനും നിങ്ങളെ ഇല്ലാതാക്കുവാനും വേണ്ടിയുള്ള ഒരു CPM കുതന്ത്രമാണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം മംഗളത്തിലെ വാർത്തയാണ്, സർക്കാർ സഹായിക്കുന്നില്ല, സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലെന്ന് CMD. അതിനോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. റേഷൻ കടയിൽ അരി കിട്ടാത്തപ്പോൾ പെട്ടെന്ന് പാരലായിട്ട് സഹകരണ വകുപ്പിലൂടെ അരിക്കടകൾ നമ്മുടെ തുടങ്ങി. അരിക്കടയുടെ ഉദ്ഘാടനം എന്റെ മണ്ഡലത്തിന്റെ ബോർഡറിൽ കരകുളത്ത് അരിക്കട തുടങ്ങി. ഈ കരകുളത്ത് അരിക്കട തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ ദിവസം നിറച്ച ആളുകളായിരുന്നു. ബംഗാളിൽ നിന്നുള്ള അരിയാണ്. പക്ഷേ ക്യൂവിൽ നിന്ന് അരിയുടെ മണം കേട്ട് ബോധമടിച്ച് അവിടെ സാധാരണക്കാരായ ബംഗാളികളായ ഇതര സംസ്ഥാന തൊഴിലാളി പോലും ഇന്ന് അരിക്കടയിൽ വരുന്നില്ല. അരിക്കട പൂട്ടുകയും ചെയ്തു. അപ്പോൾ എല്ലാ തരത്തിലും ഭക്ഷ്യവകുപ്പ് നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനത്തിന്റെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. സർ, പിന്നെ ഇന്ന് നമ്മൾ ചർച്ചയിൽ എടുക്കുന്നത് നമുക്കെല്ലാം അറിയാം PWD കുറിച്ചാണ്. മന്ത്രി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു മന്ത്രിയാണ്. ശുദ്ധനാണ്. നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് അദ്ദേഹം വകുപ്പിലേക്ക് വന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇന്ന് മുഖം കണ്ടാൽ തന്നെ അറിയാം, കേവലം 3000 കോടി രൂപയുടെ പദ്ധതി പറഞ്ഞിട്ട് 200 കോടി രൂപയെ 129 കോടി രൂപയുടെ ഒരു ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഡിസ്കഷനാണ് ഇന്ന് ഇരിക്കുന്നത്. അങ്ങയുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ പഴയ നോവലുകളിലെ ഈ നായർ തറവാടിലെ ക്ഷയിച്ച നായർ തറവാടുകളിലെ കാരണവരെ പോലാണ്. വെളിയിൽ നോക്കുമ്പോൾ വലിയ 4 കെട്ടുണ്ട്, 8 കെട്ടുണ്ട്, പത്തായമുണ്ട്, ആനപ്പാപ്പാനുണ്ട്, ആനത്തോട്ടിയുണ്ട്, ആനപ്പിണ്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ആനയില്ല. വൈകിട്ട് എങ്ങനെ കഞ്ഞി കുടിക്കണമെന്ന് കഷ്ടപ്പെട്ട് ആലോചിക്കുന്ന ഒരു കാരണവരുടെ അവസ്ഥയാണ് പാവപ്പെട്ട സുധാകരൻ സാർ എന്നുള്ള കാര്യം ഞാൻ വിഷമത്തോടെ പറയുകയാണ്. എന്നാലും ഈ ബുദ്ധിമുട്ടുകൾ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി അങ്ങയോട് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ സർക്കാരുകളുടെ സമയത്തിൽ UDFന്റെ LDFന്റെ സമയത്തിൽ ഈ പഞ്ചായത്ത് റോഡുകൾ ചെയ്യുവാൻ വേണ്ടി 1 ടൈം മെയിന്റനൻസ് പദ്ധതി എല്ലാ MLA-മാർക്കും കിട്ടിയിരുന്നു. അത് ഈ വർഷം ഒരുപക്ഷെ ഈ സർക്കാരിന്റെ സമയത്ത് 1 ടൈം മെയിന്റനൻസ് കൊണ്ടുവന്നാൽ നമുക്കൊക്കെ, എന്റെ പ്രത്യേകിച്ച് മണ്ഡലത്തിലേക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ഗുണകരമായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, പൊതുമരാമത്ത് വകുപ്പിൽ ബിൽഡിംഗ്സിൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. എന്റെ മണ്ഡലത്തിൽ സ്കൂൾ തുറക്കുന്ന സമയമായി 4 പദ്ധതികൾ പറഞ്ഞിട്ടും ഇതുവരെ വയറിംഗ് നടക്കാത്തത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ നിസ്സംഗത കൊണ്ട് തന്നെയാണ്. അത് അങ്ങ് നോക്കണം. ഞാൻ എന്തായാലും നീട്ടുന്നില്ല സാർ, ഉപസംഹരിക്കുകയാണ്. എന്തായാലും എനിക്ക് ഈ മന്ത്രിസഭയുടെ കാര്യം ഓടുമ്പോൾ ഓർമ്മ വരുന്നത് പഴയൊരു മമ്മൂട്ടി MT ഹരിഹരൻ സിനിമയായ വടക്കൻ വീരഗാഥയിലെ ഒരു പഞ്ച് ഡയലോഗാണ്. ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ എന്നുള്ള ഡയലോഗ്. ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എത്ര ആളുകളാണ് ചന്തുവിനെ തോൽപ്പിച്ചെന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. ആദ്യം ഒരു വർഷത്തിൽ സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് ഈ 2 മന്ത്രിമാർ നമ്മുടെ ചന്തുവിനെ തോൽപ്പിച്ചു. അതിനുശേഷം ലോ അക്കാദമി 3-6 വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട്
കൂട്ടുത്തരവാദിത്വം മറന്ന CPI-ക്കാർ നമ്മുടെ ചന്തുവിനെ തോൽപ്പിച്ചു. അതിനുശേഷം സ്വന്തം മകന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച് നാദാപുരത്ത് നിന്ന് മലബാർ എക്സ്പ്രസിൽ രാവിലെ തിരുവനന്തപുരത്ത് വന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ സമരമിരുന്ന ഒരു പഴയ SFI-ക്കാരി മഹിജ ഈ ചന്തുവിനെ തോൽപ്പിച്ചു. അതിനുശേഷം പെൺകുല ഒരുമയിലെ ധീര വനിതകൾ നല്ല ഇമ്പമാർന്ന തമിഴിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ആ ചന്തുവിനെ തോൽപ്പിച്ചു. അവസാനം സുപ്രീം കോടതിയിൽ സ്വന്തം ചിലവിൽ പോയി തിരിച്ചു വന്ന് ഈ CP സെൻകുമാർ ഈ ചന്തുവിനെ തോൽപ്പിച്ചു. എന്തായാലും ഒരു കാര്യം മാത്രം ഓർക്കുക, ഇനിയും തോൽവികൾ ഏറ്റുവാങ്ങാൻ ഈ ചന്തുവിന് ഇനി 4 വർഷം കൂടി ബാക്കിയുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശക്തമായി ജനാധിപത്യത്തിന് എതിർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.